ഹായ് ഓൾ. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വിഷയമാണ് മണവാളിന്റെ ഫൈറ്റ്. ആക്ച്വലി ആ ഫൈറ്റിനെ കുറിച്ചോ ആ ഇവന്റിനെ കുറിച്ചോ പറയാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ. കുറച്ച് സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് ഈ ഫൈറ്റ്. അതേപോലെ തന്നെ ഒരുപാട് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇതാണോ ബോക്സിങ്, ഇതാണോ കിക്ക് ബോക്സിങ്. അങ്ങനെ ഫൈറ്റ് എന്താണെന്ന് അറിയാത്ത രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ട് ഒരുപാട് പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് MMA മിക്സഡ് മാർഷൽ ആർട്ട്, മുയ് തായ്, കിക്ക് ബോക്സിംഗ്, അതേപോലെ തന്നെ ബ്രസീലിയൻ ജിജിറ്റ്സു ഗ്രാപ്ലിംഗ്, അതേപോലെ തന്നെ റെസ്ലിംഗ്, ജൂഡോ, സാംബോ, അങ്ങനെ കോമ്പാക്ട് ഐറ്റംസ് ആയിട്ടുള്ള നിരവധി മാർഷൽ ആർട്സുകളിൽ നിന്നുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്സ് എടുത്തിട്ട് സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഫൈറ്റിംഗ് രീതിയാണ് MMA. എന്നത് വേൾഡിൽ ഒരുപാട് ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫണ്ടിങ്ങും കാര്യങ്ങളും നമ്മുടെ ഇന്ത്യയിൽ തന്നെ PML, MFN, അതേപോലെ വേൾഡ് വൈഡ് UFC ഇതുപോലുള്ള ലീഗുകളും ക്ലബുകളും ഇതിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഓരോ MMA ഫൈറ്ററിനും ഒരു ബേസ് മാർഷൽ ആർട്ട് ഉണ്ടാവും. ഒരു 90% ബേസ് മാർഷൽ ആർട്ട് ഉണ്ടാവും. കിക്ക് ബോക്സിംഗ് ബേസ് ചെയ്തിട്ടുള്ള MMA ഫൈറ്റർ ഉണ്ട്, മുയ് തായ് ബേസ് ചെയ്തിട്ടുള്ള MMA ഫൈറ്റർ ഉണ്ട്, അതേപോലെ റെസ്ലിംഗ് ബേസ് ചെയ്തിട്ടുള്ള MMA ഫൈറ്റർ ഉണ്ട്, അതേപോലെ തന്നെ ബ്രസീലിയൻ ജിജിറ്റ്സു ബേസ് ചെയ്തിട്ടുള്ള MMA ഫൈറ്റർ ഉണ്ട്, വുഷു അതായത് ചൈനീസ് ഐറ്റമായ വുഷു ബേസ് ചെയ്തിട്ടുള്ള MMA ഫൈറ്റർ ഉണ്ട്. അപ്പൊ ഈ ബേസ് മാർഷൽ ആർട്ടിന്റെ ഒരു ടെക്നിക്സുകള് ആ ഫൈറ്ററിന്റെ ഫൈറ്റിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ കബീബ് ഒരു റെസ്ലിംഗ് സാംബോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫൈറ്ററാണ്. അദ്ദേഹത്തിന്റെ ഫൈറ്റിൽ നമുക്ക് കൂടുതലായിട്ട് അതിന്റെ ടെക്നിക്കുകൾ കാണാൻ പറ്റും. ആ ഫൈറ്റ് അങ്ങനെ ഈച്ച് ആൻഡ് എവരി ഫൈറ്റേഴ്സിന്റെ ഫൈറ്റിലും അവരുടെ ബേസ് മാർഷൽ ആർട്ടിന്റെ ടെക്നിക്കുകൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് MMA ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാർഷൽ ആർട്ട് സിസ്റ്റമാണ്. അതൊരുപാട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. വേൾഡ് വൈഡ് തന്നെ അത് ഒരുപാട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, താങ്ക് യു.